നമസ്കാരം. ഇത് ചെറുതേനീച്ചയുടെ പെട്ടി. ഇതിപ്പോൾ ഇതാണ് പെട്ടി. ഈ പെട്ടി നോക്കാം. ഇത് പെട്ടി കമ്മിച്ചോക്കതാ. ഇപ്പോൾ പെട്ടിയായി. ഒന്ന് പൊക്ക്. ഇപ്പോൾ ചെറുതേനീച്ചയുടെ പെട്ടിയായി. ഇതെല്ലാം ഫുള്ള് തേനാണ്. ഇത് ഫുള്ള് തേനാണ്. ഇത് നമ്മൾ പൂമ്പൊടിയാണ്. ഇത് മഞ്ഞ കാണുന്നത് പൂമ്പൊടിയാണ്. ഇത് തേനാണ്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചാണ് ഈ വർഷം എടുക്കുന്ന തേനാണ്. ഇതിപ്പോൾ ചെറുതേനീച്ച ഭയങ്കര വിലയാണ്. ചെറിയ ഔഷധമാണ്. എല്ലാ സസ്യങ്ങളുടെയും പൂമ്പൊടി കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തേൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കും വീട്ടിൽ അത്യാവശ്യം ഒരു തേനീച്ച വളർത്താം. സസ്യങ്ങൾക്ക് പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന് തേൻ കുടിക്കാൻ ഈച്ച പരസ്പരം പരാഗണം നടത്തുന്നത്. ഇപ്പോൾ പിന്നെ തേനീച്ച ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കും, തെങ്ങിന് തേങ്ങ കുറയും. നമുക്ക് പരാഗണം നടത്താൻ തേനീച്ച അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഈ സ്പൂണോട് ഞാൻ കോരിയെടുക്കും. തേനീച്ചനെ ഞാൻ എന്തൊക്കെ ബോക്സിലേക്ക് കുപ്പിയിലേക്ക് മാറ്റിച്ചിട്ടുണ്ട്. ഇവിടെ തേനീച്ച ഇല്ല. തേനീച്ച ഉണ്ടോ? ചെറിയ തേനീച്ച ഇവിടെ ഉണ്ട്. സൂക്ഷ്മ ഇതാണ്ടോ, അവിടെ തേനീച്ച ഉണ്ട് ഉണ്ടോ. ബാക്കി തേനീച്ച ഞാൻ മറ്റേ പെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്, കുപ്പിയിലാക്കിയിട്ട്. തേനീച്ച അതല്ല, കുമ്പള കാണുന്നില്ല തേനാണ്. ഇതൊക്കെ തേനാണ്. അപ്പോൾ ഞാൻ എന്നെ തേനെടുക്കാതെ എൻ്റെ മച്ചനാണ് ഒരുപാട് പലപ്പനാകുന്നതായിരുന്നു. അത് ഒരുപാട് പലപ്പനാകുന്നതാണ് നന്നായി തേനെടുക്കുന്നത് കാട്ടുന്നത്. അപ്പോൾ ഓളിപ്പോൾ എന്നെ സഹായിച്ചതാണ് തേനെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും തേനെടുക്കാൻ കൂടി. അപ്പോൾ ഞാനും കുടിച്ചിട്ട് തേനെടുക്കാൻ. അപ്പോൾ ഈ തേനീച്ച ഞാൻ കഴിഞ്ഞ വർഷമേ എടുക്കേണ്ടതാണ്. ഈ വർഷം ഞാനിപ്പോൾ എടുക്കുന്നത് തേൻ. അപ്പോൾ നമുക്കൊരു തേനീച്ച വളർത്താൻ വീട്ടിൽ സഹായമാണോ? ഞാൻ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം തേനീച്ച എടുക്കാൻ. പെട്ടിലാക്കി വെച്ചാൽ അതേ വേണ്ടു. ഓക്കെ.